ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ വൈത്തിരി എന്ന് പറയുന്ന സ്ഥലത്തെ വൈത്തിരി ഫാമിലാണ് ഗായ്സ്. ഫസ്റ്റ് ഇംപ്രഷൻ ദി ബെസ്റ്റ്. അവിടെ കിഡ് സെറ്റപ്പാണ് മച്ചാമാരെ. എന്താ പറയുക, ഒരു 200 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. ബട്ട് അടിപൊളി എക്സ്പീരിയൻസ്. ഇതിന് മാത്രം എന്താ ഉള്ളതെന്നല്ലേ, ഒരു കണ്ടോക്ക എന്താ അവിടെ ഉള്ളത്. പാമ്പ് മുതൽ കങ്കാരു വരെ, അല്ലല്ല ഛേ എട്ടുകാലി മുതൽ കങ്കാരു വരെ അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ വൈത്തിരി ഫാം എന്നുള്ളത്. എല്ലാം നല്ല ടേംഡായ ആനിമൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനെയും തൊടാനും എടുക്കാനും പറ്റുന്നതാണ്. ഒരു നല്ല ട്രെയിനേഴ്സ് ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുക്കാൻ പറ്റും. രണ്ട് കൂട്ടിൽ നല്ല ഉറക്കമാണെങ്കിലും ഇവിടെ ഒരാൾ ഉറങ്ങുന്നു, അപ്പുറത്തൊരാൾ ഉറങ്ങുന്നു. അങ്ങനെ രണ്ട് കൂട്ടിലും രണ്ടാൾ ഉറങ്ങുകയാണെങ്കിൽ അപ്പുറത്തെ രണ്ട് കൂട്ടിൽ നല്ല ഫുഡ് അടിയാണ്. ഇപ്പൊ ഫുഡ് കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതാണ് ഭയങ്കര ഫുഡ് അടിയിലാണ് ഗൈസ്. നമ്മൾ ശല്യപ്പെടുത്തണ്ട, അവർ തിന്നോട്ടെ. അങ്ങനെ എല്ലാത്തര ജീവികളും അവിടെ ഉണ്ട്. നമ്മളെ കയ്യിലൊക്കെ ബേർഡ്സിനെ എടുത്ത് ഫീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുരങ്ങന്മാര് അങ്ങനെ ഞാൻ അങ്ങനെ വ്യൂസ് ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കാണുന്നത് ഗൈസ്. ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങനാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. അതും ഇവിടെ ഉണ്ട് ഗൈസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കങ്കാരു ഗൈസ്. ഞാൻ പറഞ്ഞിരുന്ന കങ്കാരു ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് എല്ലാത്തരം ആനിമൽസും ഉള്ളതാണ് വൈത്തിരി ഫാം. എന്ന് വെച്ചിട്ട് ആന, പുലി, കടുവ അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ കിളികൾ, താറാക്കൂട്ടങ്ങൾ, അങ്ങനെ കുറേ അടങ്ങിയിരിക്കുന്നതാണ് വൈത്തിരി ഫാം എന്നുള്ളത്. 200 രൂപക്ക് വെർത്തായിട്ടുള്ളൊരു സ്ഥലമാണ് വൈത്തിരി ഫാം എന്നുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഫോട്ടോഗ്രാഫേഴ്സുമായിട്ട് ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ വരികയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ കാണുന്ന ഉള്ള ഫിഷിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ സ്പാ ഉണ്ട് ഗൈസ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം. പിന്നെ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരിക്കാവുന്നതാണ്. ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് വേറെ സാധനം, ഒട്ടകത്തിനെ വരെ നമുക്ക് ഫീഡ് ചെയ്യും. അതുപോലെ കഴുതകളുണ്ട്, പിന്നെ താറാവ്, വിവിധ തരത്തിലുള്ള താറാവ്. ഇതാണ് പറഞ്ഞ കഴുതകൾ. 2 കഴുതകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്കിത് ഒരു 3-4 വെറൈറ്റി ആടുകൾ, നമ്മളിതുവരെ കാണാത്ത വെറൈറ്റി ആടുകളാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ താറാക്കൂട്ടങ്ങൾ, വെറൈറ്റി തരത്തിലുള്ള താറാവുകൾ. പിന്നെ അരയന്നം, കച്ചറയാണ് ഗൈസ്, കച്ചറ. ഇതാണ് ഇവിടുത്തെ കുതിരയുടെ കൂട്ടിൽ ഒരു എമ്മോ. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കുട്ടികളായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ തന്നെ ലഭ്യമാണ് ഗൈസ്. പിന്നൊരു നോട്ട് എന്താ വെച്ചാൽ, മഴ ഇല്ലാത്ത സമയത്ത് വരണം, എന്നാൽ ഇവിടെയൊക്കെ കളിക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ അതേപോലെ ഇങ്ങനെ നോക്കിക്കണ്ടി വരും. പിന്നെ പേടിയില്ലാത്തവർക്ക് പാമ്പിനെയും എട്ടുകാലിനെയും എല്ലാത്തിനെയും തേളൊക്കെ ഉണ്ട്. തേളിനൊക്കെ വേണമെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. എന്താ വെച്ചാൽ പറയുന്നത്, പേടില്ലാത്തവർ കേട്ടോ. ഇപ്പൊ ഫോട്ടോസ് കണ്ടിട്ട് തരും. കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഫുഡിങ്ങിലേക്ക് കിടന്നു. വൈത്തിരി ഫാം കഴിഞ്ഞ പാടെ തന്നെ ഒരു അടിപൊളി സ്പോട്ട് കണ്ടു, സദ്യ. ഇപ്പോൾ ഫുഡിങ്ങിലേക്ക് കിടക്കാൻ അടിപൊളി സദ്യ ചെയ്യുന്നു ഗൈസ്. വൈത്തിരി ഭാഗത്ത് കൂടെ പാസ് ചെയ്യുന്നവരാണെങ്കിൽ കയറി നോക്കിക്കോളി. നല്ല പ്യൂർ വെജിറ്റേറിയൻ ആയ സ്ഥലമാണ്, അടിപൊളിയാണ് അവിടെ ഗൈസ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മീനിൻ്റെ കട ഉണ്ട്, നമ്മളെ പെറ്റ് ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ നേരെ അതിൽ കയറി കുറച്ച് മീനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്.